മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കില് ക്രോണി തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രൂപ്പ് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ ട്വിസ്റ്റും ബ്രേക്ക് ഡാൻസും ഫ്യൂഷൻ ഡാൻസും ഒക്കെ ചേർത്ത് ഒന്ന് രണ്ട് ഹിന്ദി പാട്ടും ബാക്കി ഇംഗ്ലീഷ് പാട്ടും ചേർന്നിട്ട് ഡാൻസ് അവതരിപ്പിക്കുകയുണ്ടായി. ആ പാട്ടും ഡാൻസും ഭാരതീയ സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ഒന്നുമില്ല, വെസ്റ്റേൺ ടൈപ്പാണ്. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും അവരുടെ ബോഡി മൂവ്മെന്റ് എല്ലാം സാംസ്കാരികതയ്ക്ക് അല്പം പോലും എതിരല്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡ്രസ് ചെയ്ത ഒരു 10-15ഓളം യുവതികളും യുവാക്കളും ഒരുമിച്ച് ചേർന്ന് ആ സ്റ്റേഷനകത്തും പുറത്തും പ്ലാറ്റ്ഫോമിലും ട്രെയിൻ ഇല്ലാത്ത സമയത്ത്, ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് അവരവരുടേതായിട്ടുള്ള ഒരു ഡാൻസ് കളിക്കേണ്ടായി. കാണാൻ അട്രാക്റ്റീവായിരുന്നു, വളരെ നന്നായിരുന്നു. അത് യൂട്യൂബിലുണ്ട്. ആ ഡാൻസിന്റെ അവസാനത്തിൽ അവരൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ജൂബിലി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡൊണേഷൻ, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതിന്റെ പബ്ലിസിറ്റിക്കായിട്ടാണ് അത് അവർ നടത്തിയത്. ഏതായാലും ഉദ്ദേശലക്ഷ്യം വളരെ നല്ലത്, മാർഗവും വളരെ മോശമൊന്നുമല്ല, നന്നായിരുന്നു. ഒത്തിരി യാത്രക്കാരെ ട്രെയിൻ കാത്ത് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇത് കാണാൻ നല്ല രസമായിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ ധാരാളം സ്ഥലമുള്ള സ്ഥലത്ത്, എല്ലായിടത്തും ഇല്ലെന്ന് തോന്നുന്നു, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്തൊന്നും സ്ഥലം വളരെ പരിമിതിയുണ്ട്, അവിടെയെല്ലാം ഒരു ചെറിയ സ്റ്റേജ്, 2 മീറ്റർ × 2 മീറ്റർ സ്റ്റേജ് മരത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ മറ്റോ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം കലാകാരന്മാര്, പാട്ട് പാടാൻ അറിയാവുന്നവര്, ചെറിയ ഡാൻസ് കളിക്കാൻ അറിയാവുന്നവര്, പിന്നെ മൃദംഗത്തിൻ്റെയോ ബാക്കിയുള്ളതിൻ്റെയോ പിൻബലമില്ലാതെ അവർക്ക് വേണമെങ്കിൽ അവരുടെ അഭിരുചി പ്രദർശിപ്പിക്കാം. മാത്രമല്ല അവിടെ ഉള്ളവർക്കത് വളരെയധികം നല്ലൊരു ടൈം പാസ്സാവും. പിന്നെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് കഥകളി അവതരിപ്പിക്കണമെങ്കിൽ കഥകളി, ഓട്ടംതുള്ളല്, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണെങ്കിലും ഈ യുവാക്കളുടെയും അതറിയാവുന്നവരുടെയും കലാപരമായ അഭിവൃദ്ധിക്ക് അത് വളരെയധികം സഹായിക്കും, ജനങ്ങൾക്കും അത് അട്രാക്റ്റീവ് ആവും എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. 1-2-3 പ്രാവശ്യം ലണ്ടനിൽ പോയപ്പോൾ ലണ്ടൻ സ്ക്വയറിൽ ധാരാളം വിദ്യാർത്ഥികൾ ഇതുമാതിരി പാട്ട് പാടുന്നുണ്ട്, ഗിത്താർ ഉപയോഗിച്ചിട്ട്, വയലിൻ ഉപയോഗിച്ചിട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു വലിയ പാത്രമോ കർച്ചീഫോ വലിയ തുണിയോ ഇട്ടിട്ടുണ്ട്. മേ ഐ റിക്വസ്റ്റ് യു സം മണി ഫോർ പേയിങ് മൈ ഫീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് സത്യമാണ്, ചീറ്റിംഗ് ഒന്നുമല്ല. കാരണം ഞങ്ങൾ കുറേ പേരെ കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഗിത്താർ വായിക്കുന്നത്, എനിക്ക് ഈ മാസത്തെ ഫീസ് കൊടുക്കാൻ പൈസയില്ല, ആരെങ്കിലും തരികയാണെങ്കിൽ. ആ ഫ്ലക്സ് എനിക്ക് ഫീസ് കൊടുക്കാനാണെന്ന് കാണുമ്പോൾ ലണ്ടനിലൊക്കെ 5 പൗണ്ട് ഇട്ടവരുണ്ട്, 10 പൗണ്ട് ഇട്ടവരുണ്ട്. 10 പൗണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 1000-1500 രൂപയുടെ അടുത്തെത്തി, 1200 1000 രൂപയുടെയെങ്കിലും അടുത്തെത്തിയിട്ടുണ്ടാവും. അപ്പൊ ശരിക്ക് ഒന്ന്, ആ വിദ്യാർത്ഥികൾക്ക് ഫീസ് കൊടുക്കാനുള്ള മാർഗം, 2 അവരുടെ കല പ്രദർശിപ്പിക്കാനുള്ള അവസരം, 3 അത്തരത്തിൽ സ്റ്റേജിൽ, നല്ല സംവിധാനത്തോടു കൂടിയ സ്റ്റേജിൽ പ്രദർശിപ്പിക്കാനുള്ള ചങ്കൂറ്റമില്ലാത്തവർക്ക്, ഇതുമാതിരി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് അതൊരു എന്റർടൈൻമെന്റുമായി, നല്ലൊരു കാര്യമായി. പക്ഷെ റെയിൽവേ യാത്രക്കാർക്ക് ഉപദ്രവമില്ലാത്ത വിധത്തിൽ അത് വേണം. അത് ഈ ക്രോണി തൃശ്ശൂര് ഭംഗിയായിട്ട് കാണിക്കേണ്ട. കുറച്ച് നേരം, കൂടുതൽ നേരമൊന്നുമില്ല, 6 മിനിറ്റാണ്, 6 മിനിറ്റ് 9 സെക്കൻഡാണ് അവർ കാണിച്ചത്. ആ വീഡിയോ 6 മിനിറ്റ് 9 സെക്കൻഡാണ്. അവർ കാണിക്കാൻ, അത് അറേഞ്ച് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അവരുടെ ആ ജൂബിലി മെമ്മോറിയൽ മിഷൻ ഹോസ്പിറ്റൽ, ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൻ്റെ
ഈ ബ്ലഡ് ഡൊണേഷന്റെ പരിപാടിയോടനുബന്ധിച്ച് ഇങ്ങനൊരു പരിപാടി നടത്തിയത് വളരെ അട്രാക്റ്റീവായി. അത് കലാകാരന്മാർക്ക്, നല്ലോണം പഠിച്ചവർക്ക്, കുറച്ച് പഠിച്ചവർക്ക്, പഠിക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ അവരവരുടേതായിട്ടുള്ളത് പ്രസന്റ് ചെയ്യാനും എല്ലാമുള്ള ഒരു അവസരമാണ്. തമിഴ്നാട്ടില്, ഇപ്പൊ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടില് കരുണാനിധി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കലാകാരന്മാർക്ക് ചെറിയ പെൻഷൻ കൊടുക്കുമായിരുന്നു. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർക്ക് അവരുടെ പെൻഷന്റെ തുക കൂട്ടിയപ്പോ അവർക്ക് ഓരോ ഏരിയ, ഓരോ വാർഡ്, ചെന്നൈ മുനിസിപ്പാലിറ്റിയുടെ ഓരോ വാർഡ്, മധുരൈ മുനിസിപ്പാലിറ്റി, കോയമ്പത്തൂർ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ, കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെയും ഓരോ ഭാഗം വീതിച്ചു കൊടുത്ത് അവിടെയുള്ള ചുമരുകളിൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഉത്തരവാദിത്വവും കൊടുത്തു. ആ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പെയിന്റിങ്ങും ഇതൊക്കെ അവരവർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനുള്ള എമൗണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ ഫ്രീ ആയിട്ട് കലാകാരന്മാർക്ക് പൈസ കൊടുക്കുന്നതിന് പകരം അവരെ കൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കൊടുക്കാം. ഇവിടെ പൈസയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇവിടെ നല്ല റെയിൽവേ സ്റ്റേഷനുകളിൽ സ്പേസ്, തൃശ്ശൂരിൽ ധാരാളം സ്പേസ് ഉണ്ട്, പ്ലാറ്റ്ഫോമിലല്ല, അകത്ത്. ഒരു കോർണറിൽ കലാ കോർണർ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു സൗകര്യം. ഇത് കൊച്ചി എയർപോർട്ടിലുള്ളതായിട്ട് ഞാൻ കണ്ടു. അവിടെ ധാരാളം വിദേശികളൊക്കെ വരുമ്പോൾ കഥകളി അവതരിപ്പിക്കാൻ, ഒരാൾക്ക് വന്നിട്ട് കഥകളി അവതരിപ്പിക്കാം, അയാൾക്ക് പൈസ കൊടുക്കുകയും വേണ്ട, അയാൾ എടുക്കുകയും വേണ്ട, അതിന് കളക്ഷനും പതിവില്ല. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ഒരു 10-15 മിനിറ്റോ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മളുടെ പൈതൃക കലകൾ പ്രത്യേകിച്ചും, ഇനി അത് തന്നെ വേണമെന്നൊന്നുമില്ല, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് വേണമെങ്കിലും, പാട്ടോ ഡാൻസോ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ അവതരിപ്പിക്കാൻ നമ്മുടെ എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളിൽ അത്ര സമയം ഉണ്ടാവില്ല. അതൊക്കെ സാധിച്ചാൽ ഗംഭീരമായിട്ടുണ്ടാവും, വളരെ ഗംഭീരമായിട്ടുണ്ടാവും. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാനൊരു ഫോട്ടോ കണ്ടു. ഡൽഹിയിലെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എങ്ങനെയുണ്ടെന്ന്. അവിടെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു കോർണറുണ്ട് എന്ന് ഞാൻ വായിച്ചു. എനിക്ക് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും എല്ലായിടത്തും ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിലൂടെ പോകുന്ന ജനങ്ങൾക്ക് ജീവിക്കാനും എന്റർടൈൻ ചെയ്യാനുമുള്ള ഒരു അവസ്ഥ, നമ്മുടെ പൈതൃക കലകളെ സംരക്ഷിക്കാനും അത് പ്രദർശിപ്പിക്കാനുമുള്ള ചങ്കൂറ്റം ഉണ്ടാക്കാനും എല്ലാം കൂടി ഈ ക്രോണയുടെ ഇത് ഒന്ന് മാതൃകയാവട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.